ഹലോ, ഇത് നമ്മുടെ ചോളം പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു ഇല പോലത്തെ ഒരു പാർട്ടില്ലേ അതാണേ. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും താമസിച്ചില്ല, ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ ഒന്ന് പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത്. എന്തായാലും ഞാൻ ആ ഓരോ ലീഫ് എടുത്ത് ഈ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ചൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കേർലും കൂടെ ചെയ്യുന്നുണ്ട്, നമുക്കൊരു പെറ്റൽസിൻ്റെ ഒരു റിയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു ഈർക്കിലിൽ ഒരു പച്ച കളറ് ക്രാഫ്റ്റ് പേപ്പർ ചുറ്റി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ബോൾ പോലെ ചുറ്റി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റൽസ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒട്ടിപ്പോകാതിരിക്കുന്നത്, അതായത് ഇങ്ങനെ കൂടിയിരിക്കാതിരിക്കാനാണ്, കുറച്ചൊന്ന് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള പശ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നൂല് വെച്ച് കെട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ഓരോ പെറ്റൽസും ഞാനിങ്ങനെ അറ്റം വളച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു യഥാർത്ഥ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ആ നൂല് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ക്രാഫ്റ്റ് പേപ്പറിൽ ഒരു ഇല കൂടി വെട്ടി ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.